അപ്പം ഷാൻ അതാ മദ്രസൊക്കെ ഇട്ട് വന്ന് റെഡിയായി സ്കൂൾക്ക് പോകാനായി കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം മിന്നൂസിന്റെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലോട്ട് പോയി. അപ്പം ഇന്ന് ബീഫാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ബീഫൊന്നൊന്നുമില്ല, ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നോണ്ട് നമുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ബീഫ് വാങ്ങാത്തൊരു ഇസ്ലാമിൽ നിന്ന് പുറത്തൊക്കെ ആണെന്നാണ് കേൾവി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയൊന്നുമില്ല, പൈസ ഉള്ള സമയത്ത് വാങ്ങും. അത് വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ഞായറാഴ്ചയാണോ അങ്ങനെ ഒന്നും നോക്കാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ബീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി വേഗം ഒന്ന് കറി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കും, നമ്മൾ പോയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പം ഇടയ്ക്ക് ചെറിയ ചെറിയ പീസ് ആക്കാറുണ്ട്. ഇതിപ്പോ എന്തോ അറിയില്ല, എന്താ പറയാ, ഒരു തവണയും കൂടെ നമ്മൾ അരിഞ്ഞ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം തന്നെ അത് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ പറയാ, ഉള്ളി തക്കാളിയൊക്കെ വഴറ്റുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബീഫ് മാത്രം ഇട്ടിട്ട് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ബീഫ് മസാല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലോളം വരുത്തു കേട്ടോ. എന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുക. കാരണം ആ ഒരു സമയം വെറുതെ നമ്മൾ ആ ഒരു ബീഫ് അവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയം തന്നെ നമ്മുടെ ബീഫ് അവിടെ കുക്കായിട്ട് വരും. പിന്നെ ഞാനിന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം മിന്നൂസിനെ കുറേ നേരം ആട്ടി, പിന്നെ ഇതാ അവള് ഉറങ്ങാതായപ്പോൾ ഞാൻ എടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എന്നത്തെ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ മധുരക്കിഴങ്ങ് ഡെയിലി കിട്ടണമെങ്കിൽ അത്രയും നന്നെന്ന് പറഞ്ഞ പോലെ ആയിട്ട്. അപ്പോൾ തലേ ദിവസം പോയപ്പോഴും മധുരക്കിഴങ്ങ് കണ്ടു, അത് വാങ്ങിച്ചു കേട്ടോ. അപ്പം കഴിഞ്ഞ തവണ വാങ്ങിച്ചത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു 4 പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പം ഈ ഒരു മധുരക്കിഴങ്ങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ലൊരു പൊടിയുണ്ട് കേട്ടോ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്തു കേട്ടോ. അപ്പം അതും ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബീഫിലോട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫ് വെച്ച പാത്രത്തിലല്ല, വേറൊരു പാത്രത്തിലാണ് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഇതിലേക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബീഫ് ആ ഒരു നേരം കൊണ്ട് തന്നെ കുക്കായി കിട്ടും ചെയ്യും, നമുക്ക് ഈ ഒരു പണിയും നടക്കും. അപ്പം നമ്മുടെ പണി എത്രയും പെട്ടെന്ന് തീർന്നും കിട്ടും കേട്ടോ. അപ്പം അതൊക്കെ അവിടെ വേഗം സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഈ മസാല ചേർത്തിട്ട് പിന്നെ ഒരു 2 വിസിലോളം ഞാൻ വരുത്തിക്കും കേട്ടോ. അപ്പം ഞാൻ അത് മധുരക്കിഴങ്ങ് കഴിച്ച് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം നാരൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഈ ടോപ്പ് കാണാം. അടിയിൽ ചെറുതായിട്ട് ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് 3/4 സ്ലീവ്, അതേപോലെ യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രിന്റ് കൊണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ ഒന്നിച്ചാണെന്നേ തോന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.